ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ വീഡിയോയിൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഭാഗങ്ങളെ പറ്റി പരിചയപ്പെടുത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയിൽ പങ്കുവെക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്താണെന്നുള്ളത് നമ്മൾ ജനറലായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അണ്ടർസ്റ്റാൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ പാർട്സ് ആസ് 4 കാറ്റഗറി: എ ഇൻപുട്ട് യൂണിറ്റ്, ബി സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, സി മെമ്മറി യൂണിറ്റ്, ഡി ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ഭാഗങ്ങളെ 4 യൂണിറ്റുകളായി തരംതിരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 ഇൻപുട്ട് യൂണിറ്റ്, 2 സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, 3 മെമ്മറി യൂണിറ്റ്, 4 ഔട്ട്പുട്ട് യൂണിറ്റ്. ഈ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്നത് കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ്. ഇതിൽ കീബോർഡ്, മൗസ് എന്നിവയാണ് ഇൻപുട്ട് യൂണിറ്റിൽ വരുന്നത്. പിന്നീട് ഈ കേസിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ പാർട്സിനെയും നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നു. ഒന്നാമത് വരുന്നത് പവർ സപ്ലൈ, 2 DVD റോം ഡ്രൈവ്, മെയിൻ ബോർഡ്, CPU ഫാൻ, റാം, VGA കാർഡ്, സൗണ്ട് കാർഡ്, ഹാർഡ് ഡിസ്ക്, കാർഡ് റീഡർ, മോണിറ്റർ, സ്പീക്കർ. ഇതിൽ കീബോർഡ്, മൗസ് എന്നിവയാണ് ഇൻപുട്ട് യൂണിറ്റിൽ വരുന്നത്. പിന്നീട് വരുന്ന ക്യാബിനറ്റിൽ വരുന്ന മദർ ബോർഡ്, CPU ഫാൻ എന്നിവ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിൽ വരുന്നതാണ്. പിന്നീട് മെമ്മറി യൂണിറ്റിൽ വരുന്നതാണ് റാം, ഹാർഡ് ഡിസ്ക് എന്നിവ. പിന്നീട് ഔട്ട്പുട്ട് യൂണിറ്റിൽ വരുന്നത് മോണിറ്റർ, സ്പീക്കർ തുടങ്ങിയവയാണ്. ഈ ഓരോ യൂണിറ്റുകളെയും കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഒന്ന് നോക്കാം. കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കീബോർഡ്. ഇത് ഒരു ടൈപ്പ് റൈറ്ററിലെ കീബോർഡിന് സമാനമായിട്ടുള്ള കീബോർഡാണ്. ഇതിലെ ഓരോ കീസും ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടാതെ ഇംഗ്ലീഷിലെ ആൽഫബറ്റിക് ലെറ്റേഴ്സ് A to Z ഉണ്ടാകും. ആദ്യകാലത്ത് നമ്മൾ മൗസ് ഉപയോഗത്തിൽ വരുന്നതിന് മുന്നേ ഉപയോഗിച്ചിരുന്ന ഏക ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡാണ്. രണ്ടാമത് വരുന്ന ഇൻപുട്ട് യൂണിറ്റ് ആണ് മൗസ്. മൗസ് 2 ടൈപ്പ് ഉണ്ട്: മെക്കാനിക്കൽ മൗസും ഒപ്റ്റിക്കൽ മൗസും. ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് മെക്കാനിക്കൽ മൗസ് ആണ്. പിന്നീടാണ് ഒപ്റ്റിക്കൽ മൗസ് വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ മൗസിന്റെ ഒരു ഡയഗ്രമാണ് ഈ കാണുന്നത്. മൗസിന് പ്രധാനമായിട്ട് 3 ബട്ടണാണുള്ളത്. 2 പ്രസ് ബട്ടണും ഒരു റോൾ ബട്ടണുമാണ് ഉള്ളത്. മൗസിന്റെ പ്രവർത്തനത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. ജസ്റ്റ് ഇൻപുട്ട് ഡിവൈസിൽ ഉൾപ്പെടുന്ന ഒരു ഉപകരണമാണ് മൗസ് എന്ന് മനസ്സിലാക്കുക. മൗസിൽ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഒപ്റ്റിക്കൽ മൗസ്. ഒപ്റ്റിക്കൽ മൗസിന്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. ഒപ്റ്റിക്കൽ മൗസിൽ ഒരു ലൈറ്റ് എമിറ്റിംഗ് LED ഉണ്ടാവും. ഈ LEDയിൽ നിന്ന് വരുന്ന ലൈറ്റ് നമ്മുടെ പ്രതലത്തിൽ തട്ടി അത് ഒരു ലെൻസ് വഴി റിഫ്ലക്ട് ചെയ്ത് മൗസിൽ തന്നെയുള്ള ഒരു സെൻസറിലേക്ക് പതിക്കുകയും ആ സെൻസർ അതിലെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൗസിന്റെ ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ മൗസ് വർക്ക് ചെയ്യുന്നത്. മൗസിന്റെ വർക്കിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്ന. ഈ ചിത്രത്തിൽ കാണുന്നത് ഒപ്റ്റിക്കൽ മൗസ് തന്നെ വയർലെസ് മൗസ് ആണ്. വയർലെസ് മൗസിന് ഒരു USB ഡോങ്കിളും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ടാവും. ഈ ഡോങ്കിള് നമ്മുടെ കമ്പ്യൂട്ടറിലെ USB പോർട്ടിൽ ഇൻസർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് വയർലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വയർലെസ് കീബോർഡ് ആൻഡ് മൗസ് കോംബോ വിത്ത് USB ഡോങ്കിളാണ്. ഈ ഒരൊറ്റ USB ഡോങ്കിൾ ഉപയോഗിച്ച് തന്നെ ഈ മൗസും കീബോർഡും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് വരുന്ന ഇൻപുട്ട് യൂണിറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. മൗസിന്റെ പോലെ തന്നെ ഉപയോഗത്തിലുള്ള ഒരു ഉപകരണമാണ്. ഇതിൽ ലാപ്ടോപ്പിലെ ആണ് നമ്മൾ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നത്. പിന്നീട് രണ്ടാമത് വരുന്ന ഹാർഡ്വെയർ പാർട്സിൽ ഉൾപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിറ്റ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയും. ഇതിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് 2 ഘടകങ്ങളാണ്: മെയിൻ മദർ ബോർഡും പ്രോസസ്സറുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയാം. ഈ ചിത്രത്തിൽ കാണുന്നത് മദർ ബോർഡിന്റെ ഒരു ഇമേജ് ആണ്. ഇതിലെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. പിന്നീട് വരുന്നതാണ് പ്രോസസ്സർ. കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബ്രെയിൻ, അഥവാ കമ്പ്യൂട്ടറിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഈ പ്രോസസ്സറിലാണ്. ഇന്റൽ എന്ന കമ്പനിയുടെയും AMD എന്ന കമ്പനിയുടെയും 2 പ്രോസസ്സറുകളാണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് വരുന്നതാണ് മൂന്നാമത്തെ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും 2 ഭാഗങ്ങളായിട്ടാണ് മെമ്മറി യൂണിറ്റ്
തിരിച്ചിട്ടുള്ളത്. ഒന്ന് പ്രൈമറി മെമ്മറി, രണ്ട് സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറിയിൽ തന്നെ റോമും റാമും എന്ന് രണ്ട് കാറ്റഗറി ഉണ്ട്. റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറി. റീഡ് ഓൺലി മെമ്മറിയിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട IC ചിപ്പുകളാണ് ബയോസും സീമോസും. ബയോസ് എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. സീമോസ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെന്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്ന് പറയും. ആ ചിപ്പിനോടനുബന്ധിച്ചാണ് ഒരു സീമോസ് ബാറ്ററി ഉള്ളത്. ഈ രണ്ട് ചിപ്പുകളും ഒന്നിച്ചാണ് കമ്പ്യൂട്ടറിന്റെ സ്റ്റാർട്ടിംഗ് സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ കമ്പ്യൂട്ടർ നമ്മൾ പവർ ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്ത് തുടങ്ങുന്ന രണ്ട് ചിപ്പുകളാണ് ഈ സീമോസും ബയോസും. സീമോസിൽ തന്നെ നമ്മളുടെ സിസ്റ്റത്തിന്റെ ഡേറ്റ്, ടൈം, പിന്നെ നമ്മളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എവിടെ നിന്ന് ലോഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഈ സീമോസ് ചിപ്പിൽ ആണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. അതിന് പവർ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് സീമോസ് ബാറ്ററി ഉപയോഗിക്കുന്നത്. സീമോസ് ബാറ്ററി ഉള്ളതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഡേറ്റ് മാറിപ്പോകാതെ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. പിന്നീട് പ്രൈമറി മെമ്മറിയിൽ രണ്ടാമത് വരുന്നതാണ് റാം അഥവാ റാൻഡം ആക്സസ് മെമ്മറി. ഈ ചിത്രത്തിൽ കാണുന്നതാണ് റാമിന്റെ ചിപ്പ്. ഇത് കമ്പ്യൂട്ടറിലെ റാമിൻ ഇൻസർട്ട് ചെയ്യാനുള്ള സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻസർട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ കമ്പ്യൂട്ടറിലെ എല്ലാ വിവരങ്ങളും സൂക്ഷിക്കുന്നത് ഈ മെമ്മറിയിലാണ്. അതിനുശേഷം നമ്മൾ വിവരങ്ങൾ സേവ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ചിപ്പിൽ നിന്നും സെക്കൻഡറി മെമ്മറിയിലേക്ക് വിവരങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന് പവർ ഉള്ള സമയത്ത് മാത്രമേ ഇതിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത് വരുന്നത് സെക്കൻഡറി മെമ്മറിയാണ്. സെക്കൻഡറി മെമ്മറിയിൽ ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഫ്ലോപ്പി ഡിസ്ക് ആണ്. ആദ്യകാലത്ത് കമ്പ്യൂട്ടറിൽ സെക്കൻഡറി മെമ്മറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഫ്ലോപ്പി ഡിസ്ക് ആണ്. ഈ ഫ്ലോപ്പി ഡിസ്കിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.44 MB മാത്രമാണ്. അതായത് നമ്മൾ ഇന്ന് ഒരു മൊബൈലിൽ എടുക്കുന്ന ഒരു ഫോട്ടോയുടെ സൈസ് ഏകദേശം ഇത്രയും വരും. ഇത്രയും ചെറിയ ഒരു സ്റ്റോറേജ് ഡിവൈസ് ആണ് കമ്പ്യൂട്ടറിൽ ഏറ്റവും ആദ്യകാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് വരുന്ന ഒരു സെക്കൻഡറി മെമ്മറി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഉപകരണമാണ് കോമ്പാക്ട് ഡിസ്ക്. ഇതിൽ തന്നെ CD, DVD രണ്ട് കാറ്റഗറി ഉണ്ട്. CD എന്ന് പറഞ്ഞാൽ കോമ്പാക്ട് ഡിസ്ക്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി 700 MB 700 മെഗാബൈറ്റ് ആണ്. അതിനുശേഷം വന്നതാണ് DVD, ഡിജിറ്റൽ വേഴ്സാറ്റൈൽ ഡിസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 4.7 GB ആണ്. 4.7 GB ആണ്. ഈ ചിത്രത്തിൽ കാണുന്നത് CD, DVDയും അതിന്റെ ഡ്രൈവുകളുമാണ്. മൂന്നാമത് വരുന്ന ഒരു സെക്കൻഡറി മെമ്മറി യൂണിറ്റ് ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത് 4 GB മുതൽ 16 GB വരെയുള്ള ഹാർഡ് ഡിസ്കുകൾ അവൈലബിൾ ആണ്. 4 GB ഹാർഡ് ഡിസ്കുകളാണ് ആദ്യകാലത്തുണ്ടായിരുന്നത്. ഹാർഡ് ഡിസ്കിന്റെ ഒരു ഇന്റേണൽ വ്യൂ ആണ് റൈറ്റ് സൈഡിലെ പിക്ചറിൽ കാണുന്നത്. ഇതിലൊരു മാഗ്നറ്റിക് ഡിസ്കും അതിന്റെ ഹെഡുമാണ് ഈ കാണുന്നത്. മാഗ്നറ്റിക് ഡിസ്കിലാണ് വിവരങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ തന്നെ ആണ് ഈ ഹാർഡ് ഡിസ്ക് നമ്മൾ സെറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നത്. പിന്നീട് വന്ന ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാ ഡിവൈസിലും ഉപയോഗിക്കുന്നത് SSD അഥവാ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്ന് പറയും. ഇത് നമ്മളുടെ ഒരു മെമ്മറി കാർഡ് പോലെ തന്നെയുള്ള ഒരു വലിയ ഡിവൈസ് ആണ്. എന്നാൽ ഹാർഡ് ഡിസ്കിനേക്കാളും കോമ്പാക്റ്റബിൾ ആണ്. അതിനേക്കാളും സൈസിൽ വളരെ ചെറുതാണ്. ഇതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കോമൺ ആയിട്ട് വരുന്നത് 120 GB മുതൽ 30 TB വരെയാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് കമ്പ്യൂട്ടർ ക്യാബിനറ്റിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഇതിൽ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിസ്ക് ഡ്രൈവ്, ഫാന്, പവർ സപ്ലൈ, പിന്നീട് അതിന്റെ കണക്ടേഴ്സ്, എക്സ്പാൻഷൻ സ്ലോട്ടുകൾ, മദർ ബോർഡ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഈ ഓരോ ഡിവൈസുകളും എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഡയഗ്രമാണ് ഈ കാണുന്നത്. പിന്നീട് വരുന്നത് അതർ ഇമ്പോർട്ടന്റ് കമ്പോണൻസ്, അതായത് കമ്പ്യൂട്ടറിന്റെ ക്യാബിനറ്റിലുള്ള പ്രധാനപ്പെട്ട ചില കമ്പോണൻസിനെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാമത് വരുന്നത് SMPS, സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതായത് കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായ, കമ്പ്യൂട്ടറിന്റെ ഓരോ ഡിവൈസും പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പവർ സപ്ലൈ നൽകുന്നത് SMPSൽ നിന്നാണ്. പിന്നീട് ഈ ചിത്രത്തിൽ കാണുന്നത് പ്രോസസർ ഫാൻ ആണ്. പ്രോസസർ ഫാൻ വിത്ത് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് ഒരു അലുമിനിയത്തിന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇത് ആണ് നേരിട്ട് പ്രോസസറിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ചൂട് ഈ ഹീറ്റ് സിങ്ക് വഴിയാണ് പുറത്തേക്കെടുത്ത് ഫാൻ ആണ് അതിനെ കൂൾ ആക്കുന്നത്. അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ കൂടുതൽ സമയം നമുക്ക് ഹീറ്റ് ആവാതെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് IDE കേബിൾസ്, ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. അതായത് ആദ്യകാലങ്ങളിൽ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കുകളും CD ഡ്രൈവുകളും കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഇത്തരം
ഇത്തരത്തിലുള്ള കേബിളുകളാണ്. ഈ ചിത്രത്തിൽ കാണുന്നത് സാറ്റ കേബിളാണ്. സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം വരുന്നത്. IDE കേബിൾസിന് പകരമായിട്ട് ഇപ്പോൾ ഉള്ള ഡിവൈസിൽ ഹാർഡ് ഡിസ്കും അല്ലെങ്കിൽ CD ഡ്രൈവുകളും കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള സാറ്റ കേബിളുകൾ ഉപയോഗിച്ചാണ്. ഈ ചിത്രത്തിൽ കാണുന്നതാണ് പവർ സപ്ലൈ കേബിൾസ്. അതിൽ ആദ്യം കാണുന്നത് മദർ ബോർഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് ഡിസ്ക് ഡ്രൈവിലേക്ക് കണക്ട് ചെയ്യുന്ന കണക്ടറാണ്. അത് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് വലിയ കണക്ടറും ഇപ്പോഴുള്ള ഡ്രൈവുകളിൽ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറിയ കണക്ടറുമാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് യൂണിറ്റിൽ വരുന്ന ഒന്നാണ് മോണിറ്റർ. ഈ ചിത്രത്തിൽ കാണുന്നത് രണ്ട് ടൈപ്പ് മോണിറ്റർ. ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന VGA മോണിറ്റർ, നമ്മുടെ TV പോലെ തന്നെയുള്ള മോണിറ്ററാണ്. രണ്ടാമത് വരുന്നത് LED മോണിറ്ററുകൾ. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള മോണിറ്ററുകളാണ്. പിന്നീട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്പുട്ട് യൂണിറ്റിൽ വരുന്നതാണ് പ്രിന്ററുകൾ. പ്രിന്ററിൽ ഈ കാണുന്നത് ഡോട്ട് മെട്രിക്സ് പ്രിന്ററാണ്. ആദ്യകാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഡോട്ട് മെട്രിക്സ് പ്രിന്ററുകളാണ്. ഇതിൽ ഈ കാണുന്നത് പോലെ തന്നെ അതിന്റെ കാർട്രിഡ്ജ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത്തരത്തിലുള്ള റിബൺ കാർട്രിഡ്ജുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഈ റിബണിൽ ഒരു ഹെഡ് ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഹെഡ് മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് കമ്പ്യൂട്ടറിൽ നിന്നും നമ്മൾ ഒരു ടൈപ്പ് ചെയ്ത വിവരം പ്രിന്റ് ഔട്ട് ആയിട്ട് പുറത്തേക്ക് കിട്ടുന്നത്. പ്രിന്ററിൽ തന്നെ രണ്ടാമത് വരുന്ന ഒരു കാറ്റഗറിയാണ് ഇങ്ക് ജെറ്റ് പ്രിന്റർ. അത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മഷി അതിനകത്ത് ഇങ്ക് ജെറ്റ് ആയിട്ട് ഇൻസെർട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് എടുക്കുന്നത്. അതിന്റെ കാർട്രിഡ്ജ് ആണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് ഓരോ കളറും ബ്ലാക്കും പ്രത്യേകമുണ്ട്. അതിന് ഓരോ കാർട്രിഡ്ജിനും ഓരോ കോഡ് ഉണ്ട്. അത്തരത്തിലുള്ള കാർട്രിഡ്ജ് നമ്മൾ റീഫില്ല് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത് വരുന്നതാണ് ലേസർ പ്രിന്റർ. ഇപ്പോൾ ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു പ്രിന്ററാണ് ലേസർ പ്രിന്റർ. അതിന്റെ ടോണർ കാർട്രിഡ്ജ് ആണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. വളരെ നേർത്ത തരത്തിലുള്ള ഒരു പൊടിയാണ് ഈ ടോണർ എന്ന് പറയുന്നത്. അത് റീഫില്ല് ചെയ്ത് നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. ടോട്ടൽ സൊല്യൂഷൻസ് ഇൻഫോടെക്കിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ കൂടുതൽ വീഡിയോസ് കാണുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.